ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ നല്ലൊരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിരിക്കുന്ന പ്രകൃതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങളിന്ന് അക്ഷയ് ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത ഒരു വ്ളോഗാണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കഴിച്ചു. രാവിലെ നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. പിന്നെ എല്ലാവരും പൂ വയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി. അങ്ങനെ എനിക്കും കുറച്ച് പൂ തന്നു. അതൊക്കെ വെച്ച് ഞാനൊന്നും കൂടി ടച്ചപ്പൊക്കെ ചെയ്ത് സെറ്റായി. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ വ്ളോഗ്. പിന്നെ വീട്ടിൽ വെച്ചുള്ള കുറച്ച് ഫാമിലി ഫോട്ടോസും അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ താലി കെട്ടുന്ന സ്ഥലത്ത് പോയി. താലി കെട്ടുന്ന ആ ഒരു ഹോളിനോട് ചേർന്ന് തന്നെ മുരുകൻ്റെ ക്ഷേത്രമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മയിലുകളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആൻറ്റിമാർ പറയുന്നുണ്ടായിരുന്നു മയിൽ മുരുകൻ്റെ വാഹനമാണ്, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ മയിൽ വരുന്നതെന്ന്. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായതിന് ശേഷം കുറേ ചടങ്ങുണ്ടായിരുന്നു. സ്വീകരണം, താലപ്പൊലി, അങ്ങനെ കുറേ ചടങ്ങുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ലാഗായിരുന്നു ഗൈസ്. കുറേ നേരം അവിടെ നിന്ന് പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിനിടയ്ക്ക് നമ്മൾ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും ചെക്കൻ്റെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മണ്ഡപത്തിൽ കയറിയപ്പോൾ പിന്നെ അവിടുത്തെ ലാഗ് കഴിഞ്ഞ് പിന്നെ പൂജാരിയുടെ വക കുറേ മന്ത്രം ജപിക്കലും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ഹിന്ദു കല്യാണത്തിന് പോകുന്നത്. മാത്രമല്ല ഞാൻ ഇപ്പോഴാണ് ഇത്രയും ഒരു ലാഗ് അടിച്ചൊരു കല്യാണം കൂടുന്നത്. അങ്ങനെ ആ ലാഗൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ താലി കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ പോയി. അവരുടെ പ്രണയ സാഫല്യമായിരുന്നു. ഈ സമയത്ത് എനിക്ക് കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാകാൻ, ആ പാട്ടൊക്കെയാണ് ഓർമ്മ വന്നത്. കുറേ നാളായിട്ട് അവർ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തതായിരുന്നു. പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. നല്ല കിടിലൻ അടിപൊളി സദ്യയായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപ്പ് വടയും ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ സദ്യയിലുണ്ടായിരുന്ന ഓരോ കറികളും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. സാമ്പാറും രസവും പരിപ്പും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചതിന് ശേഷം 3-4 തരം പായസം ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ ബോളിയും പായസവും അതും കൂടി ആയപ്പോഴത്തേക്കും സദ്യ ഫിനിഷായി. പിന്നെ നമ്മൾ സദ്യ കഴിച്ച ക്ഷീണത്തിൽ കുറേ നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.